അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ സ്വപ്നം കണ്ട ഒരു ദിവസമാണ് ഇന്ന്. ഞങ്ങൾ ഗേൾസ് സ്റ്റേക്കേഷന് പോവാണ്. ഇതിലൊരാൾ കുറവുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഗെറ്റ് റെഡി ആയി. നല്ല സ്റ്റൈലായ അടിപൊളി ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ഫിറ്റ്സൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് റെഡി ആകുമ്പോൾക്ക് കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബാണ്ടം കെട്ടുമെടുത്ത് നമ്മൾ വണ്ടി എടുത്ത് വിട്ടു. ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് നല്ല ലേറ്റ് ആയി. എല്ലാരും എന്നെ അവിടെ കാത്തു. ഞാനിതാ എത്തി എന്ന് പറഞ്ഞ പോലെ പറയാൻ പറ്റും. അങ്ങനെ അപ്പോഴേക്ക് അമലു വന്നു, സരു വന്നു, എല്ലാം. അപ്പോഴേക്ക് നമുക്ക് വിശക്കുകയും ചെയ്തു. ടൗണിൽ എത്തുമ്പോഴേക്ക് പായിച്ച് പണ്ടാറ. അപ്പൊ ഒന്നും നോക്കില്ല, ഫേവറോൾസിൽ പോയിട്ട് ഒരു ബർഗർ അങ്ങ് കഴിക്കാം. മെയിൻ ഉദ്ദേശം എനിക്ക് എന്റെ ജ്യൂസ് കുടിക്കണം. ഇതോർക്കും കൂടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഫേവറേറ്റ് അടിപൊളി സാധനമാണ്. അപ്പോൾ ഒരു പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ബർഗർ ഒന്നിനും ഒരാൾ കൂടെ വരാണ്ട് കേട്ടോ. മൂപ്പര് ഡയറക്റ്റ് ഹോട്ടലിലേക്ക് എത്തും. TRAയിലായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്യാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മള് വണ്ടിയെല്ലാം പാക്ക് ചെയ്ത് നമ്മള് ഹോട്ടലിലേക്ക് പോകും. അപ്പം നമ്മള് ദുബായിക്കാരി മാന്തിപ്പറിച്ച് റെഡി ആയിട്ടുണ്ട്. മൂപ്പൻ അങ്ങനെ ഒരു ഹാലിൽ അങ്ങനെ വരും. കറക്റ്റ് ടൈമിൽ നമ്മളെല്ലാരും എത്തിക്ക്. ഞാൻ കുറച്ച് ഡിലേ ആയിരുന്നു, എന്നെ കാത്ത് അവർ നിന്നു. അങ്ങനെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വിചാരിച്ചു ഹോട്ടലിലേക്ക്. നല്ല ഡിസപ്പോയിന്റഡ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ സർവീസ് ഒന്നും അത്ര പോരാ. കസ്റ്റമർ സർവീസ് ഭയങ്കര പോറാ. ഞങ്ങൾക്ക് മാത്രം അവർ വെൽക്കം ഡ്രിങ്ക് തന്നില്ല, ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് കണ്ട് അതെന്താണാവോ. ഞങ്ങൾക്കൊരു ലുക്കില്ലേ. ഞങ്ങളുടെ റൂമെല്ലാം ചെക്ക് ഇൻ ചെയ്തു. അമലുത മാപ്പിളിനെ വിളിച്ച് പറഞ്ഞു ഞാൻ എത്തിയിട്ടുണ്ട് ഷെബീക്ക, കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. അവിടെ ദുബായ്ക്കാരി മാജും CA-കാരി സരിഷിനെയും വ്യൂസ് എല്ലാം നോക്കി ഇങ്ങനെ ഹാർട്ട് ഓഫ് കാലിക്കറ്റിലാണുള്ളത്. കാലിക്കറ്റ് ടൗണിലാണ് കേട്ടോ ടയർ ഉള്ളത്. ഇതാണ് ഞങ്ങൾ റൂം ടൂർ. ഇതാണ് ഞങ്ങളുടെ ബാത്റൂം ടൂർ. നല്ല അടിപൊളി റൂമായി. അങ്ങനെയാണ് മാജു പറഞ്ഞേ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വേഗം വണ്ടി ഓളെ ബാഗ് തുറന്ന് തപ്പി പരുതി. അപ്പൊ സാധനം അപ്പൊ പിന്നെ അടിയായി. അടി കൂടരുത് പറഞ്ഞു. എല്ലാവർക്കും സെയിം ആയിട്ട് ചേരാന്ന് പറഞ്ഞു. അമല് എല്ലാവർക്കും ഓരോന്ന് പോലെ വീതം വെച്ച് അങ്ങനെ എല്ലാവർക്കും സെയിം ആയി. അത് കഴിഞ്ഞ് നമുക്കൊരു കോഫി കുടിക്കാൻ പറ്റും. നല്ല അമലുണ്ട് അടിപൊളി കോഫി അടി. അതിന് കുറച്ച് പൊടിക്കായി ചേർക്കാൻ സരും കൂടി ജോയിൻ ചെയ്തു. നമ്മള് പിന്നെ കുടിക്കാനിരുന്ന് കൊടുക്കുക. അങ്ങനെ കോഫി എല്ലാം കുടിച്ച് നമ്മള് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഒരാൾ നമ്മളതിൽ വരാത്തുണ്ട്. ഓള് ഒമാനിലാട്ടോ. ഓളെയും വിളിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയി. അപ്പൊ ശരി, അപ്പൊ പട്ടു വരെ